ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ വനവാസി യുവാവ് കൊല്ലപ്പെട്ടു. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടി സ്വദേശി കണ്ണനാണ് മരിച്ചത്. തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അടിമാലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വനവാസി യുവാവാണ് മരിച്ചിട്ടുള്ള ആൾ. കാട്ടാനയുടെ ആക്രമണമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എപ്പോഴായിരുന്നു സംഭവം? ഇദ്ദേഹം ജോലി ചെയ്യുന്നതിനിടെ ഈ സമയത്താണോ ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്? കണ്ണൻ മരിക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് സംഭവിച്ചത്? സുബിൻ തോമസ്. വിനോദ്, ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ചെമ്പകത്തോട് സ്വദേശി കണ്ണനാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹം തന്റെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുകയായിരുന്നു. വണ്ണാത്തിപ്പാറയിലെ ജോലി സ്ഥലത്ത് ആണ് ഉണ്ടായിരുന്നത്. സ്വന്തം തോട്ടത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് തമ്പടിച്ചിരുന്നു. ഈ കാട്ടാനക്കൂട്ടം ഈ ഭാഗത്തേക്ക് എത്തുകയും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പിടിയാനയാണ് കണ്ണനെ ആക്രമിച്ചത്. കണ്ണനെ തട്ടിയിട്ട ശേഷം ചവിട്ടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാട്ടാന ആക്രമണത്തിൽ കണ്ണന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ടാങ്ക് കുടിക്കും അതുപോലെ തന്നെ ചെമ്പകത്തൊഴുക്കുടിക്കും ഇടയിലാണ് ഈ സ്ഥലമുള്ളത്. ഈ കണ്ണന്റെ കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് ആ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്ന് തുരത്തിയത്. ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് കണ്ണന്റെ മരണം സംഭവിച്ചത്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഈ ജനവാസ മേഖലയുടെ അടുത്തേക്ക് എത്തിയിരുന്നില്ല. ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൂടെ ചുറ്റിത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഈ വനം വകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കണം, RRT സംഘം എത്തണമെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവരുടെ ഒന്നും സേവനം ഈ സമയത്തൊന്നും നമ്മുടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള വനംവകുപ്പ് വാച്ചർമാരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഈ മേഖലയിലേക്ക് അങ്ങനെ കാട്ടാനക്കൂട്ടം എത്തുന്ന ഒരു പ്രദേശമായിരുന്നില്ല. വല്ലപ്പോഴുമാണ് കാട്ടാനക്കൂട്ടം എത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള അക്രമങ്ങളൊന്നും തന്നെ ഈ കാട്ടാനക്കൂട്ടം ഉണ്ടാക്കിയിരുന്നുമില്ല. അതുകൊണ്ട് ഈ കാട്ടാനക്കൂട്ടം തിരികെ മടങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ വാച്ചർമാർക്കും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കാട്ടാനക്കൂട്ടം ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ ചുറ്റിത്തിരിയുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഈ നിരീക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ എന്തായാലും പറയുന്നത്. എന്തായാലും നിലവിൽ കണ്ണന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഇടുക്കി ചിന്നക്കനാലിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വനവാസി യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കണ്ണൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.